നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. നിരവധി യാത്രക്കാരാണ് പ്രതിദിനം ദുബായ് വിമാനത്താവളം വഴി കടന്നുപോകുന്നത്. തിരക്ക് നിയന്ത്രിക്കാനായി അത്യാധുനിക സംവിധാനങ്ങൾ ഇവിടെ പ്രയോജനപ്പെടുത്താറുണ്ട്. എങ്കിലും യാത്രക്കാരുടെ തിരക്ക് ഇതിലും ഉയരുന്ന സമയമാണ് ഇനി വരാൻ പോകുന്നത്. ക്രിസ്മസ്, ന്യൂ ഇയർ എന്നിവ പ്രമാണിച്ച് നാട്ടിലേക്ക് പോകുന്നവരും അതുപോലെ അവധിക്കാലം ചെലവഴിക്കാൻ പോകുന്നവരുടെ തിരക്കും കാരണം എയർപോർട്ട് നടപടികൾക്ക് കുറച്ച് അധികം സമയം വേണ്ടി വന്നേക്കാം. വലിയ തിരക്ക് പ്രതീക്ഷിക്കുന്നതിനാൽ യാത്രകൾ നേരത്തെ തന്നെ തീരുമാനിക്കണമെന്നും യാത്രാ നിയമങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും അധികൃതർ പറയുന്നു. ഡിസംബർ 13 മുതൽ 31 വരെയുള്ള ദിവസങ്ങളിൽ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം വഴി 52 ലക്ഷത്തിലേറെ യാത്രക്കാർ കടന്നുപോകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഡിസംബർ 20 വെള്ളിയാഴ്ച എയർപോർട്ടിലെ ഏറ്റവും തിരക്കേറിയ ദിവസമാകുമെന്നാണ് കരുതുന്നത്. 2,96,000 യാത്രക്കാരാകും ഈ ദിവസം ദുബായ് വിമാനത്താവളം വഴി യാത്ര ചെയ്യുക. ഡിസംബർ 20 മുതൽ 22 വരെയുള്ള ദിവസങ്ങളിൽ 8,80,000 യാത്രക്കാരെയാണ് പ്രതീക്ഷിക്കുന്നത്. ആഘോഷ സീസണിൽ ശരാശരി 2,74,000 പേർ ദിവസേന ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം വഴി യാത്ര ചെയ്യാറുണ്ട്. അതിനാൽ യാത്രക്കാർ വിമാനത്താവള അധികൃതരുടെ നിർദ്ദേശങ്ങൾ അതുപോലെ എയർലൈനുകളുടെ മുന്നറിയിപ്പുകൾ സംബന്ധിച്ച് മനസ്സിലാക്കി വായിക്കേണ്ടതുണ്ട്. യാത്രാ നിയമങ്ങൾ കൃത്യമായി പാലിച്ചാൽ തിരക്കിൽ നിന്ന് ഒരു പരിധിവരെ ഒഴിവാകാം. യാത്രയ്ക്കായി തയ്യാറെടുക്കുന്നവർ ഇനി പറയുന്ന കാര്യങ്ങൾ കൃത്യമായി പാലിക്കാൻ ശ്രദ്ധിക്കുക. ചെക്ക് ഇൻ. എമിറേറ്റ്സ് എയർലൈൻസിൽ യാത്രക്കാർക്ക് ഹോം ചെക്ക് ഇൻ, ഏർലി ചെക്ക് ഇൻ, സിറ്റി ചെക്ക് ഇൻ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്താം. മറ്റ് എയർലൈനുകളിലെ യാത്രക്കാർ യാത്രയ്ക്ക് 3 മണിക്കൂർ മുമ്പെങ്കിലും വിമാനത്താവളത്തിൽ എത്തണം. ബാഗേജ്, ലോഹ വസ്തുക്കൾ, ഇലക്ട്രോണിക്സ് എന്നിവ ഹാൻഡ് ലഗേജിൽ സൂക്ഷിക്കണമെന്നും ലിക്വിഡ്, എയറോസോൾസ് അതുപോലെ തന്നെ ജെൽ എന്നിവ കൊണ്ടുപോകുന്നതിനുള്ള നിയമങ്ങൾ പാലിക്കുക. അനുവദനീയമായ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, പവർ ബാങ്ക് അതുപോലെ തന്നെ സ്പ്രെയർ ബാറ്ററികൾ എന്നിവ ചെക്ക് ഇൻ ലഗേജിൽ നിരോധിച്ചിട്ടുണ്ട്. ഇവ ഹാൻഡ് ലഗേജിൽ കൊണ്ടുപോകുക. യാത്രാരേഖകൾ, കൊണ്ടുപോകേണ്ട അത്യാവശ്യ സാധനങ്ങൾ എന്നിവയുടെ ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കി വെക്കുക. ബാഗേജ് അലവൻസുകൾ എന്നിവ പരിശോധിച്ച് ഉറപ്പുവരുത്തുകയും എയർലൈനിന്റെ മാർഗനിർദ്ദേശങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുക. വൻ തിരക്ക് അനുഭവപ്പെടുന്ന സമയങ്ങളിൽ യാത്രക്കാരെ മാത്രമേ ടെർമിനലിനുള്ളിൽ പ്രവേശിപ്പിക്കുകയുള്ളൂ. 12 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികളുമായി യാത്ര ചെയ്യുന്നവർ സ്മാർട്ട് ഗേറ്റ് സംവിധാനം ഉപയോഗപ്പെടുത്തുക. അവധിക്ക് നാട്ടിലേക്ക് പോകുന്ന പ്രവാസി കുടുംബങ്ങൾ ടിക്കറ്റ് നിരക്ക് ഏറുന്നതിനാൽ തന്നെ പ്രതിസന്ധിയിലാണ്. 850 ദിർഹം, ഏകദേശം 19,525 രൂപ മുതൽ മുകളിലേക്കാണ് കേരളത്തിലേക്ക് യാത്ര ചെയ്യേണ്ട വരുന്നവരുടെ വിമാന ടിക്കറ്റ് നിരക്ക്. ഏറ്റവും കുറവ് നിരക്ക് പ്രതീക്ഷിക്കുന്ന റാസൽ ഖൈമയിൽ നിന്ന് കേരളത്തിലേക്ക് ഒറ്റ ദിശയിലേക്ക് മാത്രമുള്ള ശരാശരി നിരക്കാണ് ഇത്. പിന്നെ മറ്റ് വിമാനത്താവളങ്ങളിലെ നിരക്കിന്റെ കാര്യം പറയേണ്ടതില്ലല്ലോ. UAE-യിലെ മറ്റ് വിമാനത്താവളങ്ങളിൽ നിന്ന് 1000 ദിർഹത്തിന് ഏകദേശം 22,971 രൂപ മുകളിലാണ് കേരളത്തിലേക്കുള്ള നിരക്ക്. കേരളത്തിൽ നിന്നുള്ള റിട്ടേൺ ടിക്കറ്റ് അടക്കം കണക്കാക്കുമ്പോൾ നിരക്ക് വർധന സാധാരണ കുടുംബങ്ങൾക്ക് കനത്ത സാമ്പത്തിക ഭാരം സൃഷ്ടിക്കുമെന്ന് വ്യക്തമാണ്. അബുദാബി, ദുബായ് എന്നിവിടങ്ങളിലെ സ്കൂളുകൾക്ക് ഡിസംബർ 13 മുതൽ ജനുവരി 6 വരെയാണ് ക്രിസ്മസ് അവധി. ഷാർജയിൽ ഡിസംബർ 23 മുതൽ ജനുവരി 6 വരെയാണ് റാസൽ ഖൈമ, ഉമുൽ ഖുവൈൻ എന്നീ എമിറേറ്റുകളിൽ ഡിസംബർ 14 മുതൽ ജനുവരി 5 വരെ ആയിരിക്കും സ്കൂൾ അവധി ദിനങ്ങൾ. അതിനാൽ ഭൂരിഭാഗം കുടുംബങ്ങളിലും ഈ തീയതിക്കിടയിലാകും യാത്ര ചെയ്യുക. ക്രിസ്മസും ന്യൂ ഇയറും എല്ലാം മുന്നിൽ കണ്ട് ഇനിയും എത്ര ശതമാനം നിരക്ക് വർധനവിനാണ് കമ്പനികൾ പദ്ധതിയിടുന്നത് എന്ന് കാത്തിരുന്ന് കാണാം.